വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. 102-ാമത്തെ ക്ലാസ് സൂറത്ത് യൂനുസിൻ്റെ 36-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون. ഒന്നുകൂടെ. وما يتبع أكثرهم إلا ظنا. തൻവീൻ ഫത്ഹാണ്, നിർത്തുമ്പോൾ ലന്ന ശബ്ദമുള്ള നൂനാണ് മണിക്കുക. ഇല്ലാ ലന്ന തൻവീൻ ഫത്ത് ആകുമ്പോൾ ആ രൂപത്തിലാണ് നിർത്തേണ്ടത്. ശബ്ദമുള്ള നൂനാണ്, മണിക്കുകയും ചെയ്യണം. ലന്ന ഇന്ന ശബ്ദമുള്ള നൂനാണ്. ശബ്ദമുള്ള നൂനും മീമൊക്കെ എന്ത് ചെയ്യണം? മണിക്കുക. إن الظن لا يغني من الحق شيئا من الحق شيئا شيئا എന്നാണുള്ളത്. നിർത്തുമ്പോൾ ഷൈഅ, അത് ഹംസയാണ്. ഷൈക എന്ന് വായിക്കരുത്. ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ. ഇവിടെ എന്താ നിയമം? തെൻവീനിന് ശേഷം ഭാവം വന്നു അല്ലേ? എന്താ ചെയ്യേണ്ടത്? ആ തെൻവീനെ മാറ്റി മീം വെക്കണം. അതാണ് ആ മീമിൻ്റെ ചിഹ്നമുള്ളത്. അലീമുൻ എന്നല്ല, അലീമുംബി. തെൻവീന് ശേഷം വന്നാൽ ഇഖ്ലാബാണ്. നൂന് അല്ലെങ്കിൽ തെൻവീന് രണ്ടിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? മീമാക്കി കൊടുക്കുക. നൂനിന് പകരം തെൻവീൻ്റെ പകരം നൂനായാലും സുക്കൂണുള്ള നൂനായാലും സുക്കൂണുള്ള നൂനായാലും തെൻവീനായാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഉച്ചാരണത്തിൽ എന്താണ്? അലീമുൻ. അവിടെ മുൻ തെൻവീനാണെങ്കിലും അങ്ങനെ തന്നെ മുൻ എന്താ പറയുക? മീമിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനാണെങ്കിലും എന്താ പറയുക? മുൻ അത് തന്നെയല്ല പറയാ. അയ്യോ, ഇത്തിരി വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. അവിടെ ആ നൂനാണ്. നൂനിൻ്റെ ശേഷം ഭാവം എന്നാൽ എന്താ ചെയ്യേണ്ടത്? നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊടുക്കുക. ഇവിടെ തെൻവീനാണ്. തെൻവീൻ്റെ സ്ഥാനത്ത് മീം കൊടുക്കുക. അതാണ് മു എന്ന് പറഞ്ഞാൽ പിന്നെ തെൻവീനില്ലല്ലോ. മുൻ, ഇതാണ് തെൻവീന്. അപ്പം അതിന് ശേഷം ആ മുൻ എന്ന് പറയുന്നത് ആ നൂനിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? മീമായി കൊടുക്കാം. അലീമും ബിമാ യഫ്അലൂൻ. 37. വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറാ മിൻ ദൂനില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കുറച്ച് അധികമായിട്ട് നമുക്ക് ഓതാം. എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും പറയുന്നതിൽ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് ഓതാം. വമാ കാന ഹാദൽ, കുട്ടി വയ്ക്കുക. ഹാദ എന്നാണുള്ളത്. ശേഷമുള്ളത് സുക്കൂന് വന്നു. സുക്കൂന ശബ്ദ വന്നാൽ നീട്ടൂല. ഹാദ എന്ന് പറയില്ല. ഹാദൽ ഖുർആനു അൻ യുഫ്തറാ മിൻ ദൂനില്ലാഹ് ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين لا ريب فيه من رب العالمين. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. അവിടെ എന്താണ്? നൂനിൻ്റെ ശേഷം തൻവീൻ്റെ ശേഷം ലാമറ അവന്നാ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. മണിക്കൊന്നും ചെയ്യണം. മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാ. നഫ് ഇടയിൽ ഹംസയാണ്, ഹംസത്തുൽ വസിലാണ്.
ആലിഫ് അല്ലേ, അതെന്താണ് ഹംസത്തുൽ വസ്ലാണ്, കൂട്ടി വയ്ക്കുമ്പം അത് ഉച്ചരിക്കൂല. أم يقولون افتراه قل فأتوا بسورة مثله بسورة മണിക്കണം بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. മീമാണ്. മീമിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ഒന്നാ മറച്ച് പണിക്കുക. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെ ഒന്നാ കൂട്ടി യോജിപ്പിക്കുക, ഒരു മീമാക്കി ഉച്ചരിക്കുക. ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമാക്കുക. ഇൻ കുന്തും, ഇപ്പം വ്യക്തമായി. കുന്തും സ്വാദിഖീൻ. أم يقولون افتراه قل فأتوا بسورة എന്ന് പറയുന്നത് فأتوا എന്നല്ല, فأتوا بسورة مثله وادعوا من استطعتم കണ്ടില്ലേ, മീമിൻ്റെ ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കാൻ മണിക്കുക. من استطعتم അവിടെ മണിക്കണം. من استطعتم من دون الله إن كنتم صادقين بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين. 41. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ചാനലിലുണ്ട്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഇൻഷാ അല്ലാഹ് താഴെ നമ്പറിൽ, നമ്മളെ നമ്പറിൽ എന്ത് ചെയ്താൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിലും യൂട്യൂബിലും കൂടി ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ നോക്കുക. അല്ലെങ്കിൽ നോക്കിയിട്ട് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഖത്മ് തീർക്കാൻ കഴിയും. നമ്മുടെ ഈ ക്ലാസ് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അതിൻ്റെ പുറമെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ക്ലാസ് കേട്ട് നമുക്ക് മനസ്സിലാക്കി ഓതുകയും ചെയ്യാം. പിന്നീടൊക്കെ ആവശ്യം ആവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കൂടുതൽ ആളുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്താൽ, ഒന്ന് ഷെയർ ചെയ്താൽ, അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഒന്നും ചെയ്താൽ അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരമാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 41. വഇൻ കദ്ദബൂക ഫഖുൽ ലി ആദ്യത്തെ ലാമ് പറയില്ല, രണ്ടാമത്തെ ലാമ് ഫഖുൽ ലി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് കൊടുത്തു, അതുകൊണ്ടാണ് ശബ്ദ വരുന്നത്. ഫഖുൽ ലി അമലി വലക്കും അമലുക്കും അൻതും ബരീഊന മിമ്മാ അഅമലു വഅന ബരീഉം മിമ്മാ തഅമലൂൻ
وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون. മീമിൻ്റെ ശേഷം ബാ വന്നു, മീമിൻ്റെ ശേഷം ബാ വന്നു അല്ലേ? സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്ന് എന്ത് ചെയ്യണം? മറിച്ച് പണിക്കണം. അൻതും ബരീഊൻ എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിവാക്കാത്ത രൂപത്തിൽ അൻതും ബരീ അവിടെ നീട്ടുകയും ചെയ്യണം. ബരീഊന മിമ്മാ അഅ്മലു വ അന ബരീഅ്. മിമ്മാ മണിച്ചതിന് ശേഷം നീട്ടുക. അഅ്മലു വ അന എന്ന് വായിക്കരുത്. ആ അലിഫിൻ്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കുകയില്ല എന്നതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ വ അന എന്ന് പറയുന്നത് വ അന ബരീഉം മിമ്മാ തഅമലൂൻ. അടുത്ത വമിൻഹും മൻ യസ്തമിഊന ഇലൈക്. ഇപ്പം നമ്മൾ ഓതിയ ആയത്തിലൊക്കെ മീമിൻ്റെ നിയമങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. മീമിൻ്റെ നിയമങ്ങൾ, മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ് കൂട്ടി യോജിപ്പിക്കുക. ഇദ്ഗാമും ബിഗുന്ന എന്നാൽ നിങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കണ്ട, 2 മീമും കൂടി ഒരു മീമാക്കി ഉച്ചരിക്കുക. ഒന്ന് എന്ത് ചെയ്യുക? ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് മണിക്കുകയും ചെയ്യുക. മീമിൻ്റെ ശേഷം ബ ഒന്ന് മറച്ച് മണിക്കുക. മറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? വ്യക്തമാക്കാതെ മറച്ച് മണിക്കുക, മിക്സാക്കാതെ. കാരണം മിക്സാക്കാനും കഴിയില്ല. ഒന്ന് മീമിൻ്റെ ശേഷം ബ ആണ് വന്നത്, അപ്പോൾ മിക്സാക്കാൻ പറ്റില്ല. മീമിൻ്റെ ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യുക? മിക്സാക്കാം, ഒറ്റ മീമായിട്ട് പറയാം. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? മിക്സാക്കാൻ പറ്റില്ല, ഒഴിവാക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക? മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. ബാക്കിയുള്ള മീമുകളൊക്കെ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. മീമിൻ്റെ സുക്കൂന് വ്യക്തമാക്കി പറയണം. വമിൻഹും മൻ യസ്തമിഊന ഇലൈക أفأنت تسمع الصم ولو كانوا لا يعقلون ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. 43 ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون ومنهم من ينظر إليك أفأنت تهدي العمي ولو عمي تهدي العمي يا അതിന് പുള്ളിയില്ല, അത് യാ ആണ്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ വരും, ചില സ്ഥലങ്ങളിൽ അത് നീട്ടാനായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. വലൗ കാനൂ ലാ യുബ്സിറൂൻ. ഇവിടെ ഉംയ എന്ന് യാന് യാ കൊടുത്തുകൊണ്ട് പറയാൻ കാരണം പുള്ളിയില്ല, പക്ഷേ ഫത്ഹ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഫത്ഹ് ശ്രദ്ധിക്കുക. വലൗ കാനൂ ലാ യുബ്സിറൂൻ വമിൻഹും മൻ യൻദുറു ഇലൈക أفأنت تهدي العمي ولو كانوا لا يبصرون إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون. ശബ്ദമുള്ള 2 നൂനുണ്ട് മണിക്കണം. വലാകിന്ന الناس أنفسهم يظلمون إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم
قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين وإما نرينك بعض الذي نعدهم أو نتوفينك فإلينا مرجعهم ثم الله شهيد على ما يفعلون شد الله نونه وإما نرينك بعض الذي نعدهم أو نتوفينك فإلينا مرجعهم ثم الله شهيد على ما يفعلون ولكل أمة رسول എന്ന് പറയുന്നത് തൻവീന് ശേഷം റാ ലാം വന്നാൽ എന്ത് ചെയ്യണം നേരെ കൂട്ടി യോജിപ്പിക്കുക ഉമ്മത്തിർ റസൂൽ فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون ولكل أمة رسول فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون ويقولون متى هذا الوعد إن كنتم صادقين ويقولون متى هذا الوعد إن كنتم صادقين قل لا أملك കൂട്ടി യോജിപ്പിക്കുക قل لا പിന്നെ നീട്ടുകയും ചെയ്യാം قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل إذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل إذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون أنبتيون أثم إذا ما وقع آمنتم به ആമൻതും ബിഹി രണ്ട് സ്ഥലത്ത് ഒന്ന് നൂനിൻ്റെ നിയമവും ഇഖ്ഫാണ്, മീമിൻ്റെ നിയമവും ഇഖ്ഫാണ്. ബിഹ് അവിടെ നിർത്തിയപ്പോൾ ബിഹ് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല എങ്കിൽ
آمنتم به الآن وقد كنتم به تستعجلون آمنتم به അത് നിർത്തിയാൽ ഇല്ലെങ്കിലും ഇവിടെയുള്ള ഈ മദ് വരും الآن وقد كنتم به تستعجلون ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون 52 ആയത്താണായത്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു പ്രാവശ്യം കൂടി ഓതാം, അതിനുശേഷം നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين وإما نرينك بعض الذي نعدهم أو نتوفينك فإلينا مرجعهم ثم الله شهيد على ما يفعلون ولكل أمة رسول فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون
ويقولون متى هذا الوعد إن كنتم صادقين قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل إذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون أثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് 2 ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വീട്ടിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഇബാദത്തുകളിലൊക്കെ അള്ളാഹു തആല എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആയിഷാബി എന്ന സഹോദരി മകൻ്റെ ജോലി ശരിയാവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെയും ആ മകൻ്റെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജോലിയിലൊക്കെ നല്ല ഖൈറായ ജോലി അള്ളാഹു തആല എത്രയും പെട്ടെന്ന് തന്നെ നൽകി നല്ല റാഹത്തുള്ള ഒരു മഈശത്ത് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഖദീജ മുഹമ്മദ് പത്തനംതിട്ടയിലുള്ള ആ ഉമ്മ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പ്രത്യേകമായിട്ട് കുടുംബത്തിലൊക്കെ എല്ലാം കൊണ്ടും റാഹത്തുണ്ടാകാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് മക്കൾ നന്നാകാൻ വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങളൊന്നുമില്ല, മക്കളൊന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടി അത് മാത്രമാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ അകമഴിഞ്ഞ് ദുആ ചെയ്യണം. ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു തആല പിന്നെ മക്കൾ ഉണ്ടായിട്ട് ആ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാൽ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കിടയിലുണ്ടായ പിന്നെ വാക്കാലോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ എന്തെങ്കിലും അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അതൊക്കെ മാറ്റി നല്ല റാഹത്തോടുകൂടെ ആ ഉമ്മാക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. നമ്മൾ ഈ ഓതിയ ഖിറാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ പ്രത്യേകമായിട്ട് അവരെ കാര്യത്തിൽ നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണം റഹ്മാനെ. നീ ഇസ്സത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേകമായിട്ട് ഹദിയകളൊക്കെ നൽകിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും നൽകലുണ്ടെങ്കിലും ആ ഉമ്മ പ്രത്യേകമായിട്ട് ഉസ്താദ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് മമ്പുറത്തേക്കൊക്കെ ഒരു പിന്നെ നമ്മുടെ നാട് മമ്പുറത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടേക്കൊരു ഹദിയയും കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു വിഷമത്തിലാണുള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം അതിന് ഉസ്താദ് കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിലൊക്കെ എല്ലാം കൊണ്ടും നീ റാഹത്ത് കൊടുക്കണം റഹ്മാനെ. നീ സന്തോഷം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല റഹ്മാനെ റബ്ബെ നീ നീക്കി തരണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങളൊക്കെ വീടുകളിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, ജോലികളിൽ എല്ലാം നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം ഐശ്വര്യം അഭിവൃദ്ധിയും നീ ഏറ്റി നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ.
അവസാനം നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ.